ഇന്ത്യ മുന്നണിയെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും തലസ്ഥാനത്ത് നിന്ന് നേതൃത്വം കൊടുക്കേണ്ട രാഹുൽ ഗാന്ധി ഇപ്പോൾ നടക്കുകയാണോ വേണ്ടത്? ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്നൊരു ചോദ്യമുണ്ട്. അതൊരു ഫെയർ ക്രിറ്റിസിസം അല്ലേ? ഇതൊക്കെ നിങ്ങൾ ക്രിറ്റിസിസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തും ക്രിറ്റിസിസം ചെയ്യാം. ഇത് നിങ്ങൾ പറയുന്ന ഒരു വശമാണ്. ഇതിൻ്റെ മറുവശം ഞാൻ ചോദിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്തു തുടങ്ങിയത് മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ, ആസാം, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഞങ്ങൾ നേരത്തെ യാത്ര നടത്താത്ത പ്രദേശങ്ങളാണ്. നേരത്തെ യാത്ര നടത്തി കഴിഞ്ഞപ്പോൾ 4-5 സംസ്ഥാനങ്ങൾ ഇലക്ഷൻ 2 പ്രാവശ്യം വന്നു. ആ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിലായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഈ യാത്രയെക്കുറിച്ച് ആലോചിച്ചു. ഇപ്പം ഞങ്ങൾ പോകുന്നത് കോൺഗ്രസ്സിന് ഏറ്റവും പ്രയാസമുള്ള 10, 25, 30 വർഷമായിട്ട് ഞങ്ങൾ ഭരിക്കുക പോലും ചെയ്യാത്ത, എന്നാൽ കോൺഗ്രസ്സിന് BJPക്കെതിരെ വെല്ലുവിളികൾ ഉയർത്താൻ കഴിയുന്ന പ്രദേശങ്ങളിലെ പ്രവർത്തകരെയും ജനങ്ങളെയും നേരിട്ട് കണ്ട് അവരെ സജ്ജരാക്കാൻ ശക്തമാകാനാണ്. പിന്നെ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ കാര്യം, ഞങ്ങൾ സഖ്യത്തിന് വേണ്ടി ഒരു ഹൈ ലെവൽ 2 മുൻ മുഖ്യമന്ത്രികൾ ഉൾപ്പെടെയില്ല ഹൈ ലെവൽ കമ്മിറ്റി വെച്ച് അവരെല്ലാ പാർട്ടികളുമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയുടെ ഓരോ വിശദാംശങ്ങളും രാഹുൽ ഗാന്ധിയെ അറിയിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി എന്ന ആ ആശയത്തെ ശക്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പരമപ്രധാനമായി അത് രാഹുൽ ഗാന്ധിയിൽ നിക്ഷിപ്തമാണ്. എല്ലാത്തിനും രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒറ്റ ടാർഗറ്റേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്കാണ് വീണ്ടും വരുന്നത്. നരേന്ദ്രമോദിയെ ഒരു ദിവസം ടാർഗറ്റ് ചെയ്താൽ പിന്നെ ഗോപികൃഷ്ണൻ വീട്ടിലുണ്ടാവില്ല. ഒരു ദിവസം ടാർഗറ്റ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പ്രദേശ ഇലക്ഷൻ കമ്മിറ്റികളും രൂപീകരിച്ച് കഴിഞ്ഞ് അവർ പേരുകൾ നിർദ്ദേശിച്ച് സ്ക്രീനിങ് കമ്മിറ്റികൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, അലയൻസ് ചർച്ചകൾക്ക് ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങളുടെ കുഴപ്പമാണോ നിതീഷ് കുമാർ പോയത്? അദ്ദേഹത്തിന് അവിടെ മുഖ്യമന്ത്രി സ്ഥാനം കസേര ഉറപ്പിക്കാൻ നല്ലത് അതാണെന്ന് വെച്ചാൽ അദ്ദേഹം കാലം പറയും അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അതും രാഹുൽ ഗാന്ധിയുടെ കുഴപ്പമായിരുന്നു. അദ്ദേഹത്തിന് കൺവീനർ ആകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ചവരാണ് കോൺഗ്രസ്. പക്ഷേ 26 പാർട്ടികളിൽ മുന്നണിയിൽ കോൺഗ്രസ് മാത്രം തീരുമാനിച്ചാൽ കൺവീനർ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പം ഈ പാർട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അധികാരത്തിന് വേണ്ടി എപ്പോഴും എത്ര പ്രാവശ്യം അദ്ദേഹം മാറി, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരുടെ അല്ല കുഴപ്പം രാഹുൽ ഗാന്ധിയുടേതാണ്. ഈ ഒരു വിമർശനത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. നമ്മൾ ഈ മുന്നണിയെ നിലനിർത്താൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കോൺഗ്രസിന് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനിയും ഈ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ കക്ഷി നേതാക്കന്മാരുമായിട്ടും ബന്ധപ്പെടാറുണ്ട്, ചർച്ച നടത്താറുണ്ട്. ഞങ്ങളുടെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാരായിട്ടാണ് നേരിട്ട് അവർ ബന്ധപ്പെടാറുള്ളത്. ബംഗാളിലെ പ്രശ്നം തന്നെ താങ്കൾ പറഞ്ഞു. മമത എന്താ പറയുന്നത്? ഞങ്ങൾക്ക് 2 സീറ്റ്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചതാണ് 2 സീറ്റ് അല്ലേ? അതെ, കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് മത്സരിച്ച് കോൺഗ്രസ് ജയിച്ചതാണ്. ആരുടെ മുന്നണിയില്ല? ആ 2 സീറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മത്സരിക്കാം. പക്ഷെ ഞങ്ങൾ എന്നിട്ടും നോന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരൊറ്റ പ്രസ്താവന ദേശീയ തലത്തിൽ, അവിടെ ലോക്കലായിട്ട് പ്രശ്നങ്ങളുണ്ടാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ മമതയെ ബഹുമാനത്തോടെയാണ് ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. മമതയുടെ ആളുകളുമായിട്ട് എങ്ങനെയെങ്കിലും ഈ മുന്നണി ഉണ്ടാകണം, BJPയുടെ സീറ്റുകൾ പരമാവധി കുറക്കണം. ഇതെല്ലാം നേരെ ചെന്ന് രാഹുൽ ഗാന്ധിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയുന്നതിനോടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഓരോ മുന്നണി ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ, ഞങ്ങളും പഞ്ചാബിൽ അവരുമായിട്ടാണ് നേരിട്ടുള്ള മത്സരം. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്കും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് യോജിപ്പുണ്ടാക്കാൻ പറ്റുമോ? ഈ യാത്ര തുടങ്ങുമ്പോൾ മിലിന്ദ് ദിയോറ എന്ന് പറയുന്ന ഒരാൾ പാർട്ടി വിട്ടു. ആരൊക്കെയാണ് ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ പാർട്ടി വിട്ടു പോയിട്ടുള്ള ആൾക്കാർ? ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, RPN നായർ, RPV സിംഗ് എന്ന് തുടങ്ങി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രാഹുൽ ബ്രിഗേഡിൽ ഉണ്ടായിരുന്ന പല ആളുകളും, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ മിലിന്ദ് ദിയോറ അടക്കമുള്ള രാഹുൽ ബ്രിഗേഡിലുള്ള ആളുകൾ ഇനി ജോലി എനിക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എന്നോടുള്ള ഇന്റർവ്യൂ താങ്കൾ മൊത്തം കേന്ദ്രീകരിക്കുന്നത് കോൺഗ്രസിന്റെ നെഗറ്റീവിനെ ഹൈലൈറ്റ് ചെയ്യാനാണെങ്കിൽ താങ്കൾ ചെയ്തോളൂ. പക്ഷെ ഞാൻ വളരെ സ്നേഹപൂർവ്വം വിയോജിക്കട്ടെ, അത് ചാനലിന്റെ അജണ്ടയാണെങ്കിൽ താങ്കൾ ചെയ്തോളൂ. പക്ഷേ കറക്റ്റ് അതല്ല. പോകുന്നവർക്കാണ് കുഴപ്പം, പോകുന്ന പാർട്ടിക്കല്ല കുഴപ്പം. കോൺഗ്രസിന് മുമ്പ് ഒരുപാട് മഹാരഥന്മാർ പോയിട്ടുണ്ടില്ലേ? എത്ര മഹാരഥന്മാർ ഈ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ തെലങ്കാനയുടെ ചിത്രം എന്തായിരുന്നു ഗോപികൃഷ്ണൻ? കർണാടകത്തിൻ്റെ ചിത്രം എന്തായിരുന്നു? ഞങ്ങളുടെ മന്ത്രിമാരടക്കം 18 MLA കൂറുമാറിയിട്ടാണ് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റും JDS ഗവൺമെൻറ് പോയിട്ട് BJP ഗവൺമെൻറ് ഫോം ചെയ്തത്. അവിടെയാണ് ഞങ്ങൾ 137 സീറ്റുമായിട്ട് തിരിച്ചു വന്നത്. അത് നിങ്ങളൊരിക്കലും പറയുന്നില്ല, കാണുന്നില്ല. തെലങ്കാനയിൽ ഞങ്ങളുടെ പാർട്ടി മൊത്തം പോയി 21 MLA ഉണ്ടായിരുന്നു. ആശയപരമായ ദൃഢത ഇല്ലാത്തവരുണ്ടെങ്കിൽ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടികളിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ പോവും വരികയും ചെയ്യും. ശ്രീ KC വേണുഗോപാൽ, ഇതിലെ പ്രശ്നം ഞാൻ പറയാം. പോകുന്നവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? BJP പാളയത്തിലേക്ക് പോകാൻ നിൽക്കുന്നവർ കൂടുതലുണ്ട്. അത് തടയിടുക എന്നുള്ളത് നേതൃത്വത്തിൻ്റെ
ഒരു പ്രധാനപ്പെട്ട സുഹൃത്തെ ഇടപെടലാകേണ്ടത് ഹിമന്ത ബിശ്വ എങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണോ നിങ്ങളുടെ ആക്ഷേപം? അല്ല, ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കുക, പാർട്ടിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തുറന്നു പറയാൻ പറ്റുമോ? ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും അവരെ വളഞ്ഞു പിടിച്ചെടുത്ത് അവരെ പിടിച്ചുകൊണ്ടുവന്ന് BJP പാളയത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള ജോലി ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസിയുടെ ജോലിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത്. അതിനെ അതിജീവിക്കാൻ ത്രാണിയും ശക്തിയും ശേഷിയും ഉള്ളവർക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പാർട്ടികളിൽ നിൽക്കാൻ പറ്റുമെന്ന് കാണുന്ന ഒരുത്തനാണ് ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന നേതാക്കളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ കേരളത്തിലും ഇതുപോലെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. താങ്കൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഒരു ചർച്ചയുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് അജണ്ടകളുണ്ട്. കോൺഗ്രസിനെ ഡിഫൻസിലാക്കുക, കേരളത്തിലെ അജണ്ടക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊന്നും വീഴേണ്ട കാര്യമില്ല. എല്ലാവരും ഞങ്ങളെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കും, ഞങ്ങളെ പ്രവർത്തിക്കും. അതിനുള്ള ശേഷിയുണ്ട്. ഞാൻ വളരെ ഒരു പോസിറ്റീവായ കാര്യം കൂടെ പറയാം. ഞങ്ങളെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചിട്ടാണ് മോഡിയുടെ 2 ദിവസത്തെ പാർലമെൻറ്റ് പ്രസംഗം നടന്നത്. ആ 2 പ്രസംഗങ്ങളിലും അയാൾ വേറെ ഒരു പാർട്ടിയെ ആക്രമിച്ചിട്ടില്ല. മനസ്സിലാക്കിയാൽ പറയും, കോൺഗ്രസിനെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ.